ഓംബുഡ്സ്മാനായി റിട്ടയർഡ് ജസ്റ്റിസ് മാത്യു പി ജോസഫിന്റെ നിയമനം മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിധി പ്രസ്താവത്തിനുള്ള ഉപകാരസ്മരണയെന്ന് ഗവർണർക്ക് നിവേദനം. ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തിയതിനാണ് വിരമിച്ച ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിച്ചതെന്നാണ് ആക്ഷേപം. നിയമനം സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ തീരുമാനിച്ചുവെങ്കിലും ഇതേവരെ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് പദവി സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു. ലോകായുക്തയിൽ ഫയൽ ചെയ്തിരുന്ന ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗ ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തിയതിലുള്ള പാരിതോഷികമാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനും ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ലോകായുക്തയിൽ ഹർജിക്കാരനുമായ RS ശശികുമാർ കുറ്റപ്പെടുത്തി. സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ചെയർമാൻ, പ്രവേശന മേൽനോട്ട സമിതി ചെയർമാൻ പദവികൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ പദവികൾ സ്വീകരിക്കാതെയാണ് ഇപ്പോൾ ഓംബുഡ്സ്മാനായി നിയമനം നൽകിയിരിക്കുന്നത്. ലോകായുക്ത നിയമപ്രകാരം ലോകായുക്തയോ ഉപലോകായുക്തയോ ആയി സേവനമനുഷ്ഠിച്ചവർ വിരമിച്ച ശേഷം സർക്കാർ ആനുകൂല്യം പറ്റുന്ന പദവികൾ വഹിക്കുന്നത് നിരോധിച്ചുള്ള വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ബാബു മാത്യു ജോസഫിന്റെ നിയമനം. മുഖ്യമന്ത്രി എതിർകക്ഷിയായ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച പരാതിക്ക് സാധുതയുണ്ടെന്നും പരാതി ലോകായുക്തയ്ക്ക് പരിഗണിക്കാവുന്നതാണെന്നും ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ലോകായുക്തയുടെ 3-അംഗ ബെഞ്ച് പരിഗണിച്ച വിധിയാണ് പുനഃപരിശോധന അധികാരമില്ലാത്ത ബാബു മാത്യു ജോസഫ് ഉൾക്കൊള്ളുന്ന പുതിയ ഫുൾ ബെഞ്ച് മുഖ്യമന്ത്രിയെ സഹായിക്കാനായി പുനഃപരിശോധിക്കാൻ തയ്യാറായത്. വിശദമായ വാദത്തിനൊടുവിൽ പ്രസ്തുത ഹർജിയിൽ ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഉൾപ്പെടുത്തി രൂപീകരിച്ച 3-അംഗ ഫുൾ ബെഞ്ച് പരാതിയുടെ സാധുത വീണ്ടും പരിശോധിച്ച് ഹർജി തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രി എതിർകക്ഷിയായിരുന്ന ദുരിതാശ്വാസ നിധി കേസിൽ ദുരിതാശ്വാസ നിധി തുക അനർഹമായി കൈപ്പറ്റിയ പരേതനായ CPM ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ പേരിൽ പ്രസിദ്ധീകരിച്ച സ്മരണികയിൽ ലേഖനം എഴുതുകയും പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ഉപലോകായുക്ത ബാബു മാത്യു പി ജോസഫ് ഹർജിയിൽ വാദം കേൾക്കുന്നത് വലിയ വിവാദമായിരുന്നു. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ അടുത്ത ബന്ധുവാണ് ബാബു മാത്യു പി ജോസഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി ബാബു മാത്യു പി ജോസഫിന്റെ ചട്ടവിരുദ്ധ നിയമനം അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് RS ശശികുമാർ അറിയിച്ചു.